കുറുവാസനൻ ജോസഫ് അമേരിക്കയിൽ, പിന്നാലെ മഴവില്ലുമായി കുറുവാസന കുഞ്ഞമ്മയും. കത്തോലിക്കാ സഭയുടെ മറ്റെല്ലാ ധ്യാന കച്ചവട കേന്ദ്രങ്ങളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഉണ്ണകൾ കൈവിട്ടതിനെ തുടർന്ന് കുപ്രസിദ്ധ ധ്യാനക്കുറുക്കന്മാരെല്ലാം ഇപ്പോൾ മട്ടുപ്പാവിൽ വെണ്ടയ്ക്ക കൃഷി തുടങ്ങിയിരിക്കുകയാണ്. പോട്ട മുരിങ്ങൂർ ദിവൈൻ ധ്യാന കേന്ദ്രം, അട്ടപ്പാടി സെഹിയോൻ, അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ എല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ധ്യാനക്കുറുക്കന്മാരുടെ കയ്യിലിരിപ്പുകൾ കൊണ്ട്. എന്നാൽ ആലപ്പുഴ ജോസഫിൻ്റെ കുറുവാസനത്തിൽ നല്ല കൊയ്ത്താണ് എന്നാണ് വിവരം. മറ്റെല്ലാ ധ്യാനക്കുറുക്കന്മാരുടെയും കച്ചവടം പൊളിഞ്ഞപ്പോൾ കുറുവാസനം ജോസഫിൻ്റെ കച്ചവടം മെച്ചപ്പെടുവാൻ കാരണം ജോസഫിൻ്റെ ആ നവീന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ്. കുറുവാസനൻ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് നീല സാരി ഉടുത്ത കുറുവാസനൻ മാമിയാണ്. ഈ മാമി ദൈവമാതാവാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ജോസഫിൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ സ്ത്രീകൾ ഇടിച്ചു കയറുന്നത്. ഇവരുടെ മാർക്കറ്റിങ്ങിനായി കള്ളസാക്ഷ്യം അച്ചടിച്ച് അത് വരുന്ന മുണ്ണക്കുഞ്ഞാടുകളെ കൊണ്ട് തന്നെ മേടിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ അത് വിതരണം ചെയ്യിക്കുന്നു. നമുക്കറിയാം, ഇന്നൊരു നോട്ടീസ് പോലും പത്രത്തിൽ വെച്ച് നമുക്ക് വിതരണം ചെയ്യണമെങ്കിൽ ഒരു ഷീറ്റിന് 1 രൂപയെങ്കിലും കൊടുക്കണം. എന്നാൽ ഇവിടെ 5 പൈസ മുടക്കാതെ കള്ളസാക്ഷ്യങ്ങൾ പ്രിന്റ് ചെയ്ത് അത് മുണ്ണകൾ വില കൊടുത്തു വാങ്ങി അതുകൊണ്ട് ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും ദുരിതവും രോഗങ്ങളും ഒക്കെയുള്ള ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യുന്നു. രോഗം മാറി, പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി, പുതിയ വീട് വെച്ചു, വണ്ടി മേടിച്ചു, വിദേശത്ത് ജോലി ലഭിച്ചു, പ്രമോഷൻ ലഭിച്ചു, സമ്പത്ത് വർദ്ധിച്ചു, കുടുംബത്ത് സമാധാനമുണ്ടായി എന്നൊക്കെയുള്ള കള്ളസാക്ഷ്യ ഉടമ്പടിയും ഇവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കൂടിയുള്ള കള്ളസാക്ഷ്യ പ്രചരണവും ഒക്കെ കണ്ട് ലോകമെമ്പാടുമുള്ള മുണ്ടവിശ്വാസികൾ ഇവിടെ പോയാൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കും എന്ന് കരുതി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ എത്തുന്നവരെ കൊണ്ട് ഉടമ്പടി പത്രം, എണ്ണ, പല കളറുകളിലുള്ള മെഴുകുതിരികൾ, ഉപ്പ്, ലോക്കറ്റ് ഒക്കെ മേടിപ്പിക്കുന്നു. വലിയ തുകയുടെ തട്ടിപ്പുകളല്ലെങ്കിലും 10,000ങ്ങളുടെ കയ്യിൽ നിന്നും ചെറിയ ചെറിയ തുകയാണെങ്കിലും ദിവസവും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും ഈ തീവട്ടിക്കൊള്ളക്കാരന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. വിശ്വാസത്തിൻ്റെ മറവിൽ കർത്താവിൻ്റെ മാതാവാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ ജോസഫ് എന്ന കാട്ടുകള്ളൻ നടത്തുന്ന ഈ പൈശാചിക കേന്ദ്രം എത്രയും വേഗം അടച്ചുപൂട്ടണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്ധവിശ്വാസം വളർത്തുന്ന ഈ പൈശാചിക കേന്ദ്രം നടത്തുവാൻ സർക്കാർ അനുവദിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ഈ പൈശാചിക കേന്ദ്രത്തിൻ്റെ പ്രൊമോഷനായി ഇവിടെ തന്നെ ഉടമ്പടി പത്രം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ചാനൽ ഒക്കെയുണ്ട്. 10,000 പേരെത്തിയാൽ അവരിലൊരു 100 പേർക്കെങ്കിലും സ്വാഭാവികമായും കാര്യങ്ങൾ നടക്കും. പക്ഷേ അവർ വിശ്വസിക്കുന്നത് കുറുവാസനത്തിൽ പോയത് കൊണ്ട് മാത്രമാണ്, കുറുവാസനം കുഞ്ഞമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം നടന്നത് എന്നാണ്. ഈ 100 പേരുടെ അനുഭവങ്ങൾ യൂട്യൂബിലൂടെയും പത്രത്തിലൂടെയും പരസ്യപ്പെടുത്തുന്നു. ഇത് കണ്ട് വീണ്ടും 10,000ങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇങ്ങനെ മനുഷ്യരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ഈ തീവട്ടി ജോസഫ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ദൈവമാതാവ് ഈ നാണംകെട്ട ജോസഫിൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയിരിക്കുമോ? അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ കത്തോലിക്കാ സഭയുടെ ആയിരക്കണക്കിന് പള്ളികളിൽ മാതാവില്ലേ? മാതാവിന് അവിടെ ഇഷ്ടമില്ലേ? അവിടെ പോകില്ലേ? ജോസഫിൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയി അവിടെ ഉടമ്പടി എടുത്താൽ മാത്രമേ മാതാവ് അനുഗ്രഹിക്കുകയുള്ളൂ പോലും. എന്നാൽ പിന്നെ ഇവരുടെ മറ്റു പള്ളികൾ അടച്ചുപൂട്ടാത്തത് എന്താണ്? ജോസഫിൻ്റെ കുറുവാസനത്തിൽ പോയി ഉടമ്പടി എടുത്തില്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കാത്ത മാതാവ്, ഇതെന്തൊരു മാതാവ്? ഇവൻ്റെ ബിസിനസ് പങ്കാളിയോ പാർട്ട്ണറോ പങ്കുകച്ചവടക്കാരിയോ ഈ മാതാവ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് ജോസഫിൻ്റെ കുഞ്ഞമ്മയോ വല്ലതും ആയിരിക്കാനാണ് സാധ്യത എന്ന്. അതൊരിക്കലും ദൈവമാതാവായിരിക്കില്ല. ഈ കുറുവാസന ജോസഫ് എന്തോ ഒരാവശ്യത്തിന് ഇക്കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ പോയപ്പോൾ ഇവൻ്റെ ഈ നാണംകെട്ടവൻ്റെ ഒരു അടിമയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക. കുറുവാസനം അമ്മച്ചി മഴവിലിൻ്റെ രൂപത്തിൽ ജോസഫിൻ്റെ പിന്നാലെ അമേരിക്കയിൽ എത്തിയിരിക്കുന്നു എന്ന്. ഷിക്കാഗോയിൽ ആദ്യമായിട്ടാണത്രേ മഴവില് കാണുന്നത്. അത് ജോസഫ് വന്നതുകൊണ്ടാണത്രേ. ജോസഫ് വരുമ്പോൾ സാധാരണയായി ഉണ്ടാകാറ് മീനിൻ്റെ ഒരു ഉളുമ്പ് നാറ്റമാണ് എന്നാണ് അവിടെ പോയിട്ടുള്ളവർ പറയുന്നത്. ജോസഫിൻ്റെ മുകളിൽ മഴവില് കണ്ടത് ചിലപ്പോൾ എന്തെങ്കിലും അടിച്ചതിൻ്റെയോ ആഞ്ഞു വലിച്ചതിൻ്റെയോ ഫലമായിട്ടാവാം. അടിമയുടെ ഈ ജൽപ്പനങ്ങൾ നമുക്കൊന്ന് കാണാം. ജോസഫ് അച്ഛൻ ഇന്ന് ഷിക്കാഗോയിലെത്തി. വന്ന് വൈകിട്ട് 7 മണിക്ക് കുർബാന ഉണ്ടായിരുന്നു. കുർബാനയുടെ സമയത്ത് പുറത്ത് ഗ്രോട്ടോയിൽ, മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മേളിൽ തെളിഞ്ഞ മഴവില്ലാണ് നിങ്ങൾ ഈ കാണുന്നത്. കുർബാസന അമ്മ അമേരിക്കയിൽ വന്നിരിക്കുന്നു. അതുപോലെ കുറുവാസനൻ ജോസഫിൻ്റെ ജന്മദിനത്തിൽ ഇയാൾക്ക് തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് കണ്ടപ്പോൾ ഞങ്ങളൊരു വാർത്ത നൽകിയത് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ കണ്ടു. ഞങ്ങളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, മറ്റ് സോഷ്യൽ മീഡിയ
പ്ലാറ്റ്ഫോമുകൾ വഴി. ജോസഫ് അന്നു മുതൽ അടിമകളെ ഇറക്കി ഞങ്ങളെ തെരുവിളി ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ചീത്ത വിളിച്ച ജോസിന്റെ ഭീഷണിയുടെ അപ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക. ഹലോ, ഈ I2I ന്യൂസ് അല്ലേ? അതെ ചേട്ടാ, നിങ്ങൾ ഈ കൃപാസനത്തിനെ കുറിച്ചൊരു വാർത്ത ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആരാ വിളിക്കുന്നേ? എന്റെ പേര് ജോസ് എന്നാണ്. ജോസ്, പറഞ്ഞോ ജോസേ. നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാരണം? നിങ്ങൾ എങ്ങനെ ഈ അറിഞ്ഞുകൂടാത്ത പേരിൽ പറഞ്ഞതിനകത്തെ തെറ്റെന്താന്ന് പറ. നിങ്ങൾ ആ അച്ഛനെ കുറിച്ച് എന്താണ് ഇങ്ങനെ പറയുക? ഇത്രയും ആൾക്കാർ അതിനകത്ത് വന്ന് ഇത്രയും കൃപ കൊണ്ട് പോണ അടുത്ത് നിങ്ങൾ എങ്ങനെ പറയേണ്ട എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? ഈ ജോസ് എന്തോ കുർവാസനം പാതിരിയുടെ അസിസ്റ്റന്റ് ആണോ, അവിടുത്തെ പാതിരിയാണോ, അവിടുത്തെ ജോലിക്കാരനാണോ, പണിക്കാരനാണോ? എന്തോ നിങ്ങൾ ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസി, അതായത് ഈ കുർവാസനം പാതിരിയുടെ ഒരു വിശ്വാസിയാണ്. കുർവാസനത്തെ വിശ്വാസി. നിങ്ങൾക്ക് എന്തെങ്കിലും കുർവാസനമല്ല, നിങ്ങളെന്ന് നാട്ടുപിടിച്ചില്ലേ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു വ്യക്തത വായിക്കാനും എഴുതാനും അറിയില്ലേ? നിങ്ങൾ ഈ ന്യൂസിൽ കൊണ്ട് വയ്ക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെയാണോ നിങ്ങൾ തുടങ്ങുന്നത്? അല്ല, കുർവാസനം എന്ന് പറയാൻ കാരണം ഈ കുർവാസംഘമില്ലേ തമിഴ്നാട്ടിലെ, അതുപോലെ കൊള്ളക്കാരനാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കുർവാസനം എന്ന് വിളിക്കുന്നത്. നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊള്ള അടിച്ചോ? ഇവിടുത്തെ പാവങ്ങളെ ഈ വിശ്വാസികൾ വരുന്നത് നിങ്ങൾക്ക് പിടിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ പേരും പറഞ്ഞ് ഇങ്ങനെ ഒരു വാർത്ത ന്യൂസ് ഇറക്കിയത്? അതല്ല, ഈ പറയുന്ന നാട്ടിലെ പാവങ്ങളെ അവിടെ വന്നാൽ അനുഗ്രഹം കിട്ടുമെന്നും പറഞ്ഞ് അവിടെ വിളിച്ച് പറ്റിച്ച് അവിടെ പറ്റിക്കുന്ന ഇവൻ ഈ സാമൂഹ്യ ദ്രോഹിയല്ലേ, ഇവൻ വിപത്തല്ലേ, ഇവൻ ഈ നാടിന് തന്നെ ചാവല്ലേ? പറ്റിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ അവിടെ വന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ നിങ്ങൾ വന്ന് കണ്ടിട്ടുള്ളതല്ല, നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാന്നുള്ള ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ബോധമുള്ളവൻ. എന്നെ അവനെ പറ്റിക്കാൻ ആ കള്ളൻ എന്നെ പറ്റിക്കാൻ പറ്റുമോ? അവൻ എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ച ആളുണ്ടോ? പറ്റിക്കപ്പെട്ട ആളുണ്ടോ? നിങ്ങൾ ഒരു വ്യക്തിയുടെ പേര് പറയാമോ? പേരും ഐഡന്റിറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരെണ്ണം പറയും. ഞാൻ വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് കണ്ട ഉടനെ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബാക്കി പള്ളിയൊക്കെ അടച്ചു കളയാത്തത് എന്താ? അവിടെയാണ് കുർവാസനം മാതാവ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിക്കാർക്ക് ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികൾ മാത്രമാണോ പള്ളിയിൽ പറഞ്ഞത്? എടാ, നീ നേരെ സംസാരിക്കാൻ പഠിക്കണം, മനസ്സിലായി? അല്ലാതെ നീ അറിഞ്ഞുകൂടാത്ത ഒരു ന്യൂസ് ഉണ്ടാക്കി അടി വാങ്ങാനുള്ള വ്യക്തിയാണ്, മനസ്സിലായില്ലേ? നിനക്ക് ഉടനെ നിനക്ക് അടി കിട്ടാനുള്ള ഏർപ്പാടാണ് നീ ചെയ്തത്. നീ ഒരിക്കലും അപമാനിച്ചിട്ടുള്ള ഒരു ന്യൂസ് നീ ഇറക്കി വിടരുത്, മനസ്സിലായി? എടാ, ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയട്ടെ. നീ മലയാളമായിട്ട് നിന്റെ അടുത്ത് പറയാം. നിന്നെ എവിടെയെങ്കിലും വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ നേരെ കാണും. എനിക്കിപ്പോ നിന്നെ മറ്റേ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞൊരുത്തുണ്ടല്ലോ, അവന് കിട്ടിയത് ഓർമ്മയുണ്ട് എയർപോർട്ടിൽ വെച്ച്. നിനക്ക് അതൊക്കെ മേലെ ആയിരിക്കും, നീ ഓർത്ത് വെച്ചോ. നിനക്ക് ദിവസക്കൂലിയാണോ? എങ്ങനെ നിനക്ക് ദിവസക്കൂലിയാണോ? എന്താ നിന്റെ കൂലി എന്തുവാ? ഞാൻ ഒരു വിശ്വാസി ആയതുകൊണ്ടാണ് പറയണത്. കള്ളപ്പാതിരിക്ക് വല്ല മീൻ പിടിക്കാൻ പോയി കൂടെ ചോദിച്ചൂടെ? നിനക്ക് കൂലി എന്താ? നിനക്ക് കൂലി എന്താ? ഞാൻ പറയണേ, നിനക്ക് കൂലി എന്താ? എനിക്ക് കൂലി നിനക്ക് ഡെയിലി പറ്റാണോ? അതോ എന്തോ നിന്റെ പരിപാടി എന്തോ? ഞാൻ പറയണേ, എനിക്ക് ദൈവം തരണ ഒരു അനുഗ്രഹം. നീ അനുഗ്രഹം കിട്ടിയവരാണോ എന്നോട് ഈ സംസാരിച്ചത്? വധഭീഷണി മുഴക്കിയതിനും അശ്ലീലം പറഞ്ഞതിനും ഞങ്ങൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കഴിഞ്ഞു. അതുപോലെ മറ്റൊരു അടിമ വിളിച്ചതും കേൾക്കുക. ഹലോ ഹലോ ഹലോ, സുനിൽ, മറ്റേ ന്യൂസിന്റെ ചേട്ടനാണ് സുനിൽ മാത്യു? അതെ. ചേട്ടാ, മറ്റേ കൃപാസനത്തിനൊക്കെ പറ്റിയ ന്യൂസ് ഇട്ടത്? അതെ. ചേട്ടാ, അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ. അതിപ്പം ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ? ജോസഫിന്റെ സൈബർ കൊട്ടേഷൻ ടീമല്ലേ അതിന്റെ ഇടയിൽ കൊണ്ട് കമന്റ് ഇട്ടേക്കുന്നത്, നാട്ടുകാരല്ലല്ലോ. അങ്ങനെ പറയാൻ ഇത് ഒരുപാട് കമന്റ് ഞാൻ കണ്ടേ. അപ്പൊ അതാ പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് മനഃപൂർവ്വം ഞങ്ങളുടെ ദാക്ഷിണ്യോ ഞങ്ങളുടെ കാരുണ്യോ അത് ആ കമന്റ് കിടക്കാൻ കാരണം ഞങ്ങളത് എടുത്ത് കളയാത്തോണ്ടാ. ഞങ്ങളെടുത്ത് ദൂരെ കളഞ്ഞ ആ കമന്റ് അവിടെ കാണുമോ? ഇല്ല, ഞങ്ങൾക്കറിയാം ഇത് ഇവന്റെ ജോസഫിന്റെ അടിമകളാണ് ആ കൊണ്ട് കമന്റ് ഇട്ടേക്കുന്നത്. ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഇട്ടേക്കുന്നേ. ഞങ്ങൾക്ക് കാണുമ്പോൾ തമാശ വരുന്നത് ആണല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആ സൈസ് കമന്റും ആ സൈസ് സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്റെ ന്യൂസിന് ഞാൻ രാത്രി തന്നെ ഞാൻ കണ്ടതാ. നീ ഇപ്പോഴും പറയുന്നത് അവനെന്നാണ് ജോസഫിനെ പറയണേ. നീ മുട്ടയിലെഴിഞ്ഞ് നിന്റെ കുടുംബം അടക്കം നീ കൃപാസനത്തിൽ ചെല്ലും. നീ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ നിൽക്കരുത്. ഇവൻ നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കുന്ന കള്ളനല്ലേ? അല്ല, എന്ത് തന്നെ ആയിക്കോട്ടെ, നീ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ നിൽക്കരുത്. അവനോട് മീൻ പിടിക്കാൻ പോകാൻ പറയാത്തത്? അവനോട് വല്ല മീൻ പിടിക്കാൻ പോകാൻ പറയാത്തത്? നീ മീൻ പിടിക്കാൻ എന്തിനു പോടാ? കൃപാസനം ജോസഫിനോടും അവൻ്റെ അമേദ്യം തിന്നുന്ന അടിമകളോടും പറയുവാനുള്ളത്, നിന്റെയൊക്കെ തെറിവിളിയും ഭീഷണിയും ഒക്കെ നാലായി മടക്കി നിന്റെ ആ അളിഞ്ഞ കുപ്പായത്തിനുള്ളിൽ വെച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന്
ജോസഫിന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ജോസഫേ, നീ ഉടായ്പ പരിപാടി കുറുവാസനം കുഞ്ഞമ്മയെ വെച്ചുള്ള ഈ മൊത്തക്കച്ചവടം നിർത്തി വല്ല മീൻ പിടിക്കാനും പോവുക. അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ദൈവത്തിൻ്റെ അമ്മയെ വരെ വിൽക്കാൻ ശ്രമിച്ച ആ ധൈര്യം കാണിച്ച നിന്നോട് ദൈവം തമ്പുരാൻ പൊറുക്കട്ടെ. പിന്നെ നിന്റെ ആ ഊച്ചാളി പീസ് പരിപാടിയുമായി ദയവായി ഇനി വരരുത്. കേട്ടല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.